Hello students, welcome to Bosco Campus Vision. I am Lakshmi V.S., Assistant Professor, Department of Commerce, Don Bosco College, Kottayam. This is the 22nd lecture on Environmental Studies. This lecture is based on Industry and Environment, which is the third module in the subject Environmental Studies for semester 1 students of BCom. In previous lecture, we were discussing about role of an individual in prevention of pollution, and in this lecture, we are going to discuss about the topic disaster management. A disaster may be defined as an occurrence of immensely damaging nature that cause ecological disruption, deterioration of health of a very large number of people, and loss of human life in such a scale that warrants response from outside areas other than the affected regions. ഡിസാസ്റ്റർ എന്ന് പറയുന്നത് ഇമ്മൻസ്ലി ഡാമേജിങ് നേച്ചറുള്ള ഒരു ഒക്കറൻസ് ആണ്. ആൻഡ് ഇത് സംഭവിച്ചാൽ അത് എക്കോളജിക്കൽ ഡിസ്റപ്ഷന് കാരണമാകും. വെരി ലാർജ് നമ്പർ ഓഫ് പീപ്പിളിൻ്റെ ഹെൽത്തിൻ്റെ ഡിറ്റീരിയോറേഷന് കാരണമാകും. അതുപോലെ ഹ്യൂമൻ ലൈഫിൻ്റെ ലോസിനും കാരണമാകും. ആൻഡ് ഇതൊക്കെ സംഭവിക്കുന്നത് അഫക്റ്റഡ് റീജിയൻസിൽ നിന്നല്ലാതെ ഔട്ട്സൈഡ് ഏരിയാസിൽ നിന്ന് ഒരു റെസ്പോൺസ് വാറണ്ട് ചെയ്യുന്ന സ്കെയിലായിരിക്കും. അതായത് ഈ പറഞ്ഞ ഇഫക്ട്സിൻ്റെ തോത് വളരെ വലുതായിരിക്കും. അതായത് പുറത്തു നിന്നും ഒരു ഇടപെടൽ ആവശ്യമാകത്തക്ക അത്രയേറെ അളവിലായിരിക്കും ഈ ഇഫക്ട്സ് സംഭവിക്കുക. Disaster management can be defined as the effective organization, direction and utilization of available counter disaster resources. അതായത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ഡെഫിനിഷനാണ്. It is defined as the effective organization, direction and utilization of available counter disaster resources. അതായത് available counter disaster resourcesൻ്റെ effective organization, direction and utilization ആണ് disaster management. There are three basic aspects of disaster management. These are, first one is disaster impact and response. This aspect includes the following operations. Disaster impact and response എന്ന ആസ്പെക്റ്റിൽ ഇൻക്ലൂഡഡ് ആയിരിക്കുന്ന എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ is search and rescue. Second one is first aid. Third one is triage and stabilization of victim. Fourth one is hospital treatment. Fifth one is identification of dead. Sixth one is relief phase. Seventh one is managing humanitarian supplies. And eighth one is reconstruction and rehabilitation. അതായത് ഡിസാസ്റ്റർ സംഭവിക്കുമ്പോൾ എന്തൊക്കെ ഓപ്പറേഷൻസ് ആണ് അതിൻ്റെ ഇമ്പാക്റ്റ് ആൻഡ് റെസ്പോൺസിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. സെർച്ച് ആൻഡ് റെസ്ക്യൂ, ദെൻ ഫസ്റ്റ് എയ്ഡ് നൽകുന്നു. ട്രയേജ് ആൻഡ് സ്റ്റെബിലൈസേഷൻ ഓഫ് വിക്ടിം. ട്രയേജ് മീൻസ് ഇഞ്ചേർഡിനെ അവരുടെ ഇഞ്ചറീസിൻ്റെ സിവിയാരിറ്റിയുടെ ബേസിസിലും അവരുടെ സർവൈവലിൻ്റെ ലൈക്ലിഹുഡിൻ്റെ ബേസിസിലും പ്രോപ്പർ മെഡിക്കൽ ഇൻ്റർവെൻഷനോട് കൂടി ക്ലാസിഫൈ ചെയ്യുന്ന പ്രോസസ്സാണ്. റാപ്പിഡ്ലി ആണ് ഈ ക്ലാസിഫിക്കേഷൻ നടത്തുന്നത്. ദെൻ ഹോസ്പിറ്റൽ ട്രീറ്റ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നു. Identification of dead, relief phase, managing humanitarian supplies, reconstruction and rehabilitation. Second one is disaster preparedness. Disaster preparedness is a program of long-term development activities whose goals are to strengthen the overall capacity and capability of a country to manage efficiently all types of emergency. സോ ഡിസാസ്റ്റർ പ്രിപ്പയർഡ്നെസ് എന്ന് പറയുന്നത് ലോങ് ടേം ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസിൻ്റെ ഒരു പ്രോഗ്രാമാണ്. ആൻഡ് ഇതിൻ്റെ ഗോൾ എന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ എല്ലാ ടൈപ്സ് ഓഫ് എമർജൻസിയും എഫിഷ്യൻ്റ്ലി മാനേജ് ചെയ്യുവാനുള്ള ഓവറോൾ കപ്പാസിറ്റിയും കേപ്പബിലിറ്റിയും സ്ട്രെങ്തൻ ചെയ്യുക എന്നതാണ്. ദ ഒബ്ജക്റ്റീവ് ഓഫ് ഡിസാസ്റ്റർ പ്രിപ്പയർഡ്നെസ് ഇസ് ടു എൻഷുർ ദ ഫോളോയിങ് ടാസ്ക്സ്. ഇവാലുവേറ്റ് ദ റിസ്ക് ഓഫ് പർട്ടിക്കുലർ റീജിയൻ ഓർ ദ കൺട്രി. അതായത് ഒരു രാജ്യത്തെ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ റീജിയണിലെ റിസ്ക് ഇവാലുവേറ്റ് ചെയ്യുന്നു. ഓർഗനൈസ് കമ്മ്യൂണിക്കേഷൻ ഇൻഫർമേഷൻ ആൻഡ് വർക്കിംഗ് സിസ്റ്റംസ്. അതായത് കമ്മ്യൂണിക്കേഷൻ ഇൻഫർമേഷൻ ആൻഡ് വർക്കിംഗ് സിസ്റ്റംസ് ഓർഗനൈസ് ചെയ്യുന്നു. ദെൻ ടു എൻഷുർ അവൈലബിലിറ്റി ഓഫ് ഫിനാൻഷ്യൽ ആൻഡ് അതർ റിസോഴ്സസ്. ഫിനാൻഷ്യൽ ആൻഡ് അതർ റിസോഴ്സസിൻ്റെ അവൈലബിലിറ്റി ഉറപ്പുവരുത്തുന്നു. ടു കോർഡിനേറ്റ് ഇൻഫർമേഷൻ വിത്ത് ന്യൂസ് മീഡിയാസ്. ന്യൂസ് മീഡിയാസുമായിട്ട് ഇൻഫർമേഷൻ കോർഡിനേറ്റ് ചെയ്യുന്നു. ടു ഓർഗനൈസ് ഡിസാസ്റ്റർ സിമുലേഷൻ എക്സസൈസസ് ടു ടെസ്റ്റ് ദ റെസ്പോൺസ് മെക്കാനിസംസ്. അതായത് ഡിസാസ്റ്റർ സിമുലേഷൻ എക്സസൈസസ് ഓർഗനൈസ് ചെയ്യുന്നു ഇൻ ഓർഡർ ടു ടെസ്റ്റ് ദ റെസ്പോൺസ് മെക്കാനിസംസ്. തേർഡ് വൺ ഇസ് ഡിസാസ്റ്റർ മിറ്റിഗേഷൻ. മിറ്റിഗേഷൻ മീൻസ് ലെസനിങ് ദ നെഗറ്റീവ് ഇമ്പാക്ട് ഓഫ് ദ നാച്ചുറൽ ഹസാർഡ്സ്. നാച്ചുറൽ ഹസാർഡ്സിൻ്റെ നെഗറ്റീവ് ഇമ്പാക്റ്റ് ലെസൻ ചെയ്യുന്ന പ്രോസസ്സാണ് മിറ്റിഗേഷൻ. ഇറ്റ് ഇസ് ഡിഫൈൻഡ് ആസ് സസ്റ്റൈൻഡ് ആക്ഷൻ ടേക്കൻ ടു റെഡ്യൂസ് ലോങ് ടേം വൾനറബിലിറ്റി ഓഫ് ഹ്യൂമൻ ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി ടു നാച്ചുറൽ ഹസാർഡ്സ്. നാച്ചുറൽ ഹസാർഡ്സ് കാരണം ഹ്യൂമൻ ലൈഫിലും പ്രോപ്പർട്ടിയിലും ഉണ്ടാകുന്ന ലോങ് ടേം വൾനറബിലിറ്റി റെഡ്യൂസ് ചെയ്യുവാനായിട്ട് എടുക്കുന്ന സസ്റ്റൈൻഡ് ആക്ഷൻ ആണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്. ദീസ് ആക്ഷൻസ് ഇൻക്ലൂഡ് റിസ്ക് അസസ്മെൻറ്റ് ആൻഡ് വൾനറബിലിറ്റി അനാലിസിസ്. റിസ്കിനെ അസസ് ചെയ്യുകയും അതിൻ്റെ നെഗറ്റീവ് ഇമ്പാക്റ്റിനെ ആ വൾനറബിലിറ്റി
അനലൈസ് ചെയ്യുകയും ചെയ്യുന്നു. പ്രൊമോട്ട് അപ്രോപ്രിയേറ്റ് ലാൻഡ് യൂസ് പ്ലാനിംഗ്, അപ്രോപ്രിയേറ്റ് ആയിട്ട് ലാൻഡ് യൂസ് ചെയ്യുന്നതിനുള്ള പ്ലാനിംഗ് അതിനെ പ്രൊമോട്ട് ചെയ്യുന്നു. പ്രൊമോട്ട് ദ നോളജ് ഓഫ് ഡിസാസ്റ്റർ റെസിസ്റ്റൻസ് ഡിസൈൻ ആൻഡ് കൺസ്ട്രക്ഷൻ, ഡിസാസ്റ്റർ റെസിസ്റ്റൻസിൻ്റെ ഡിസൈൻ ആൻഡ് കൺസ്ട്രക്ഷൻ്റെ നോളേജ് പ്രൊമോട്ട് ചെയ്യുന്നു. റെഡ്യൂസ് ദ വൾണറബിലിറ്റി ഓഫ് എക്സിസ്റ്റിംഗ് ബിൽഡിംഗ് ത്രൂ ഓൾട്രേഷൻ, അതായത് എക്സിസ്റ്റിംഗ് ബിൽഡിങ്ങിൽ എന്തെങ്കിലും വൾണറബിലിറ്റി ഉണ്ടെങ്കിൽ അത് ഓൾട്രേഷൻ വഴി റെഡ്യൂസ് ചെയ്യുന്നു. പ്രൊട്ടക്ഷൻ ഓഫ് വൾണറബിൾ പോപ്പുലേഷൻ, അതായത് വൾണറബിൾ പോപ്പുലേഷൻ്റെ, അതായത് നെഗറ്റീവ് ഇമ്പാക്റ്റിലേക്ക് എക്സ്പോസ്ഡ് ആയിട്ടുള്ള പോപ്പുലേഷൻ്റെ പ്രൊട്ടക്ഷൻ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു. ഇത്രയുമാണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ വരുന്നത്. Hope you all understand about disaster management. With this lecture, we are concluding our third module, Industry and Environment. Thank you.